ഹലോ ഗായ്സ്, അപ്പൊ ഇന്നൊരു ഓണം സെലിബ്രേഷൻ വീഡിയോ ആണ്. നമ്മൾ വീട്ടിൽ തന്നെ സദ്യയൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാരും രാവിലെ തന്നെ എഴുന്നേറ്റിട്ടുണ്ട്. ഞാൻ എനിക്കും ഇച്ചിരി ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. നമുക്ക് സ്കൂളിലാത്ത സമയത്തല്ലേ ഉറങ്ങാൻ പറ്റും ഗായ്സ്. ഇതങ്ങനെ നമ്മൾ അതിനാവശ്യമുള്ള വെജീസ് ഒക്കെ എടുത്ത് വെക്കാണ്. ആ സമയം കൊണ്ട് ഞാൻ എന്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടോ. ആദ്യം തന്നെ നമ്മളെല്ലാരും കൂടി ഇതാ വെജീസ് ക്ലീൻ ചെയ്യാനാണ് കേട്ടോ വരുന്നത്. ഇതിൽ മിന്നൂസ് ഇല്ല, മിന്നൂസ് ആള് നല്ല ഉറക്കാണ്. ഇന്നലെ ആട്ടോ നമ്മൾ ഈ വീഡിയോസ് ഒക്കെ എടുത്തത്, സദ്യയൊക്കെ ഉണ്ടാക്കിയത്. പക്ഷെ ഇന്നാണ് നമുക്ക് എഡിറ്റ് ചെയ്യാനും പോസ്റ്റ് ഇടാനൊക്കെ നേരം കിട്ടിയത്. ഇന്നലെ ആണെങ്കിൽ രാവിലെ നല്ല അടിപൊളി കാലാവസ്ഥയായിരുന്നു. നല്ലൊരു മഴന്റെ കാലാവസ്ഥ കൊണ്ട് ഉറങ്ങാൻ നല്ല സുഖമായിരുന്നു കേട്ടോ. മിന്നൂസ് അത്യാവശ്യം നല്ല നേരം ഉറങ്ങി. അപ്പൊ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഓരോ വിഭവങ്ങൾക്കുള്ള വെജീസും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. മിന്നൂസ് അങ്ങനെ എഴുന്നേറ്റ് അവക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അവളെ നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ടോ വീഡിയോ കാണിക്കുന്നത്. ഈ ക്ലിപ്സിലൊന്നും അവൾ ഉണ്ടായിരുന്നില്ല, അവൾ TV കാണായിരുന്നു. ഇപ്പോഴും ഉമ്മ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് സാമ്പാറും നാരങ്ങാച്ചാറാണ് കേട്ടോ. ഉമ്മ രണ്ടും കൂടി ഉണ്ടാക്കുകയാണ്. നാരങ്ങാച്ചാർ നമുക്ക് ഇന്നത്തേക്കുള്ളതാണേ. നമ്മൾ എല്ലാ വിഭവങ്ങളും ഉണ്ടാക്കുന്നില്ല കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള വിഭവങ്ങൾ കുറച്ച് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. നമ്മൾ പെട്ടെന്നാണ് ഈ സദ്യയൊക്കെ ആക്കി വീഡിയോസ് ഒക്കെ എടുക്കാൻ പ്ലാൻ ചെയ്തത്. സാമ്പാറിന്റെ പണി ഇവിടെ തകൃത നടക്കുന്നുണ്ട്. പക്ഷെ ഉമ്മ അതിന്റെ ഇടയിൽ കൂടുതൽ ക്യാബേജ് വാരമൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്. പിന്നെ ഞാൻ എല്ലാവർക്കും ഒരു ജ്യൂസ് ഒക്കെ കൊടുത്തോട്ടെ ഗൈസ്. ഞാൻ ഉണ്ടാക്കിയ ജ്യൂസ് അടിപൊളിയാന്ന് ഉമ്മ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഉമ്മ നേരെ ഇതാ പായസത്തിലേക്ക് കടന്നു കേട്ടോ. പായസം നമുക്ക് ഇന്ന് പാലട പായസം ഉണ്ടാക്കുന്നത്. നമുക്ക് എല്ലാ പായസത്തിനും കാട്ടി ഇഷ്ടം പാലടയാണ് കേട്ടോ. തീരെ ഇഷ്ടമില്ലാത്ത പായസം എന്ന് പറയുന്നത് പ്രഥമനാണ് കേട്ടോ. ഈ ഒരു പായസം ഇളക്കുന്ന പണി ബാപ്പാക്കാണ് കൊടുത്തത്. നമ്മൾ ഉരുളിയിലാണ് നല്ല പാടാണ് ഇളക്കാൻ വേണ്ടി. എല്ലാം ബാപ്പ ഇപ്രാവശ്യം നല്ല രീതിക്ക് സഹായിച്ചു. നമ്മളെപ്പോഴും ഡബിൾ ഹോഴ്സിന്റെ പാലട മിക്സ് ആണ് കേട്ടോ യൂസ് ചെയ്യാറ്. അതിന്റെ ഇടയിൽ ഇതാ ഉമ്മ പച്ചടിയും കൂടി സെറ്റ് ആക്കിയിട്ടുണ്ട്. പിന്നെ ഇതാ പുറത്ത് നല്ല മഴയായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളെ കഥാനായകൻ മിന്നൂസ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മളെല്ലാവരും ഇവിടെ പ്രസന്റ് ആയിട്ടുള്ള എന്തിനാ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലേ ഗൈസ്. നമ്മള് മിൽക്ക് മീറ്റിനാണ് വന്നിട്ടുള്ളത്. എപ്പോഴും ഉമ്മ പായസം, പുഡിങ് എന്തുണ്ടാക്കുന്നുണ്ടെങ്കിലും മിൽക്ക് മെയ്ഡ് അത് മസ്റ്റാണ് ഗൈസ്. അപ്പൊ നമ്മളെ സ്പെഷ്യൽ നിങ്ങൾ നേരത്തെ കണ്ടു തന്നെയാണ്. സാമ്പാറുണ്ട്, വറവുണ്ട്, അച്ചാറുണ്ട്, ചോറുണ്ട്, കൂട്ടുകറിയുണ്ട്, പിന്നെ പച്ചരിയുണ്ട്, പിന്നെ നമ്മളെ സ്പെഷ്യൽ പായസം ഉണ്ട്. പിന്നെ ഇതങ്ങനെ പപ്പടവും വാട്ടി ഇതാ പായസം കൂടെ സെറ്റ് ആക്കിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇന്ന് വാഴയിലേനാണ് ഇട്ട് കഴിക്കുന്നത്. പിന്നെ ഓണസദ്യ അല്ലേ ഗൈസ്, അങ്ങനെ വാഴയിലൊക്കെ വാട്ടി റെഡി ആക്കിയിട്ടുണ്ട്. ഇല കറക്റ്റ് ആയിട്ട് അസംബിൾ ചെയ്യാന്നുള്ളത് എന്റെ പണിയായിരുന്നു. അത് ഞാൻ വൃത്തിയായി ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതെല്ലാരും കൂടി വന്നു ഓരോരോ വിഭവമായിട്ട് ടേബിളിന്റെ മുകളിലേക്ക് വന്നിട്ടോ. അങ്ങനത്തെ പായസം കൂടെ വിളമ്പി സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ പാലട. എനിക്ക് പാലട പൊതുവേ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനത്തെ എല്ലാം കൂടി ടേബിളിൽ വെച്ചപ്പോൾ നല്ല ഭംഗിയായിട്ട് കാണാൻ. അങ്ങനത്തെ ഉമ്മയൊക്കെ വന്ന് ചോറൊക്കെ വിളമ്പാണ്. ഇത്രയും വിഭവങ്ങളാണ് കേട്ടോ നമ്മൾ ഈ ഒരു ചെറിയ സദ്യയിലുള്ളത്. അങ്ങനെ ഇതാ നമ്മളെല്ലാരും കൂടി സദ്യ കഴിക്കുകയാണേ. സൂപ്പർ സദ്യ ആയിരുന്നു ഗൈസ്. എല്ലാ കറിയും എല്ലാം അടിപൊളിയായിരുന്നു. നമ്മളെ ഓണ ഷൂട്ടും ഓണ സെലിബ്രേഷനൊക്കെ ഇന്നലെ ആയിരുന്നു. പക്ഷെ ബാപ്പാൻ്റെ ഇന്നാണ്. ബാപ്പ ഇന്ന് വെള്ള മുണ്ടും ബ്ലൂ ഷർട്ടൊക്കെ എടുത്ത് അടിപൊളിയായിരുന്നു. നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജ് ചെക്ക് ചെയ്തതിനാൽ അതിലൊരു സൂപ്പർ വീഡിയോസ് ഒക്കെ കാണാം. പിന്നെ യൂട്യൂബിൽ നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പൊ എനിക്ക് ഇത്രയൊക്കെയുള്ളൂ ഗൈസ്. എല്ലാവരും സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട്. ഓണൊക്കെ അടിച്ചു പൊളിച്ചെന്നൊക്കെ പറയാം ഗൈസ്. ബൈ.